Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ പാലക്കാട് ജില്ലയെ പൂർണ്ണമായി അവഗണിച്ചെന്നും രണ്ടാനമ്മ മനോഭാവം ജില്ലയോടെ കാണിച്ചെന്നും ആരോപിച്ച BJP. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ജില്ലയോട് അവഗണന. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. ടൂറിസത്തിന് പ്രാധാന്യം നൽകുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി VD സതീശൻ ലക്കിടിയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തെ പൂർണ്ണമായും മറന്നുകളഞ്ഞുവെന്നും മഹാകവിതത്തിന്റെ പേര് സ്മാരകം പണിയിൽ നിന്ന് വാക്കായി പറഞ്ഞുവെങ്കിലും ഒന്നും നടന്നില്ല എന്നും UDF സർക്കാർ അക്കിത്തത്തെ മറക്കില്ല എന്ന് വിചാരിച്ചുവെങ്കിലും മറന്നുവെന്ന് BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ ആരോപിച്ചു. ഒന്ന്, ഒറ്റപ്പാലത്ത് തന്നെയുള്ള ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അതൊന്ന് തകർന്ന് കിടക്കുകയാണ്. അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി യാതൊരു ഫണ്ടും അതിനു വേണ്ടി നീക്കിവെച്ചിട്ടില്ല എന്നുള്ളത് ഖേദപൂർവ്വം പറയേണ്ടി വരികയാണ്. അതുപോലെ തന്നെ സാംസ്കാരിക കേരളവും ദേശീയ ഭാരതവും സാംസ്കാരിക ഭാരതവും വളരെ അനുഭാവത്തോടു കൂടിയിട്ടും മഹാത്മ്യത്തോടു കൂടിയും കാണുന്ന മഹാകവി അക്കിത്തം, ആ അക്കിത്തത്തിന് കഴിഞ്ഞകാല സർക്കാരുകൾ സ്മാരകം പണിയുമെന്ന് വാക്കാൽ പറഞ്ഞു, ഒന്നും തന്നെ ചെയ്തില്ല. പക്ഷേ ഈ സർക്കാർ വന്നപ്പോൾ അക്കിത്തത്തിനെ മറന്നു പോകില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അക്കിത്തത്തെയും പരിപൂർണമായി മറന്നു എന്നുള്ളത് ഈ പാലക്കാടിനോടുള്ള അവഗണനയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ആദിവാസി വിഭാഗം കൂടുതലുള്ള അട്ടപ്പാടി മേഖലയിൽ പ്രത്യേക പാക്കേജ് ആവശ്യമായിരുന്നു എന്നും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന അട്ടപ്പാടിയിലെ റോഡുകളടക്കം തകർന്നു കിടക്കുന്ന സാഹചര്യത്തിൽ അട്ടപ്പാടിക്ക് വേണ്ടി പാക്കേജ് വേണമെന്നത് സർക്കാരിന് തോന്നിയില്ല എന്നത് ബഡ്ജറ്റ് സമഗ്രമല്ല എന്നതിന്റെ തെളിവാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള അട്ടപ്പാടി മേഖല, ആദിവാസികൾക്ക് വേണ്ടി അട്ടപ്പാടി മേഖലയ്ക്ക് വേണ്ടി ശരിക്കൊരു പ്രത്യേകമായ പാക്കേജ് തന്നെ ആവശ്യമായിരുന്നു. ടൂറിസം രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അട്ടപ്പാടി. ആ അട്ടപ്പാടിയിൽ ഗതാഗതം പോലും, അതായത് റോഡുകൾ പോലും തകർന്നടിഞ്ഞ് കിടക്കുന്ന സമയത്ത് അട്ടപ്പാടിക്ക് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കാൻ ഈ സർക്കാരിന് തോന്നിയിട്ടില്ല എന്നുള്ളത് ഈ ബഡ്ജറ്റ് സമഗ്രമല്ല എന്നതിനുള്ള തെളിവാണ്. ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി ടൂറിസം പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമെന്നിരിക്കെ ഭാരതപ്പുഴ പുനരുജ്ജീവിപ്പിക്കാൻ തുക നീക്കിവെച്ചില്ല എന്നും രണ്ടാനമ്മ മനോഭാവത്തോടെയാണ് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനമെന്നും P. വേണുഗോപാൽ പറഞ്ഞു. നിരവധി ടൂറിസം പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കാർഷിക മേഖലയ്ക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ അതിലൂടെ ചെയ്യാൻ പറ്റും. ആ ഭാരതപ്പുഴയെ പുനരുജ്ജീവിപ്പിക്കാൻ, അതിനെ നിലനിർത്താൻ, സംരക്ഷിക്കാൻ ഒരു തുക പോലും ഇത് നീക്കിവെച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ നമ്മുടെ ഈ ജില്ലയോട് വളരെ എന്താ പറയുക, ഒരു രണ്ടാനമ്മ മനോഭാവം അല്ല, അതിനും അപ്പുറമുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് VD സതീശൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെൽകർഷകർക്ക് വേണ്ടിയും ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല എന്നും പാലക്കാട് മെഡിക്കൽ കോളേജിനെയും പാടെ അവഗണിച്ചെന്നും വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവർക്ക് വേണ്ട സമയത്ത് നെല്ല് സംഭരണവും അതേപോലെ തന്നെ അതിനുള്ള തുകയും കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെയാണ് നെല്ലിൻ്റെ കാശ് കർഷകന്മാർക്ക് കിട്ടുന്നത്. അതൊരു മാറ്റമുണ്ടാക്കാൻ വേണ്ടി നെൽകൃഷിക്ക് വേണ്ടി ബഡ്ജറ്റിൽ തുക നീക്കിവെക്കും, പാലക്കാടിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നീക്കിവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ കാര്യത്തിലും യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ ഇതുവരെ PSC മുഖേന ഒരു നിയമനവും നടന്നിട്ടില്ല. പിൻവാതിൽ നിയമനങ്ങളാണ് ഏത് സർക്കാർ വന്നാലും നടക്കുന്നത്. അത് മാറ്റി അവിടെ പലതരത്തിലുള്ള പരാധീനതകളുണ്ട്. അവിടെ പഠിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസിന്, അവിടുത്തെ രോഗികൾക്ക് ഇതെല്ലാം പലതരത്തിലുള്ള പരാധീനതകളുമുണ്ട്. ആ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടും യാതൊന്നും തന്നെ നീക്കിവെച്ചിട്ടില്ല എന്നാണ് ഒറ്റനോട്ടത്തിൽ ബഡ്ജറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.